അതോ ബോസ്കോ കളമശ്ശേരി എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ, അതായത് ഞാൻ വിവരാവകാശം വെച്ചാൽ മാത്രമേ കേരളത്തിൽ മറുപടി കൊടുക്കുകയുള്ളൂ എന്ന് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിറക്കിയോ? CPM-നെതിരെ ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടാണോ നിങ്ങൾ എൻ്റെ പേരിലൊരു വിവരാവകാശം വെച്ചത് എന്ന് എനിക്കറിയണം. എന്തായാലും വിവരാവകാശം വെച്ച ആളെ എന്തായാലും അന്വേഷിച്ച് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അതോറിറ്റിക്കൊക്കെ ഞാൻ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. K-സ്മാർട്ട് ഒന്ന് കളമശ്ശേരി നഗരസഭയിൽ നിന്നും ഒന്ന് തൃപ്പൂണിത്തറ നഗരസഭയിൽ നിന്നും. കളമശ്ശേരി നഗരസഭയിലെ ആദ്യം വായിക്കാം. വിവരാവകാശ നിയമം മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പല തവണകൾ വാർത്ത ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്തുള്ള പലരും എന്നോട് ചോദിച്ചു, രേഖ എവിടെ എന്ന് ചോദിച്ചു. രേഖ ഇതാണ്. ജൈവമാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് 2 സ്വകാര്യ സ്ഥാപനങ്ങളുമായും അജൈവ മാലിന്യം നീക്കം ചെയ്യുന്നതിന് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡുമായും 2023 വർഷം കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതാണ്. അമല എക്കോ ക്ലീൻ പ്രൈവറ്റ് ലിമിറ്റഡ്, VKR സൊല്യൂഷൻ, ഫാപ്കോയുമായുള്ള കരാറിൻ്റെ പകർപ്പ് നിലവിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൽ ലഭ്യമല്ലാത്തതാണ്. കോപ്പി 1-ന് 3 രൂപ നിരക്കിൽ ഫീസ് എടുക്കുന്ന മുറയ്ക്ക് പകർപ്പുകൾ അനുവദിക്കാവുന്നതാണ്. കണ്ടില്ലേ? ഇനി രണ്ടാമത് വന്ന വിവരാവകാശം എന്താണെന്ന് നോക്കാം. അത് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. കളമശ്ശേരി കോൺഗ്രസ് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് CPM ആണ്. എന്തായാലും ഇതിവിടെ ഇരിക്കട്ടെ, അടുത്ത കത്ത് നോക്കാം. തൃപ്പൂണിത്തറ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം വിവരാവകാശ നിയമം 2005 മറുപടി നൽകുന്നത് സംബന്ധിച്ച് താങ്കളുടെ 10/1/2025 അപേക്ഷ. നഗരസഭാ വാഹനമായ KL 39V 2372 എന്ന മഹേന്ദ്ര ബൊലേറോ വാഹനം നിലവിൽ നഗരസഭാ സെക്രട്ടറി ഉപയോഗിക്കുന്നു. നിലവിൽ പവർ ഡെലിഗേറ്റ് നൽകിയത് പ്രകാരം ഇതിൻ്റെ കൺട്രോളിംഗ് ഓഫീസർ മുനിസിപ്പൽ എഞ്ചിനീയറായ ഓം പ്രകാശ് BR ആണ്. ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ചതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വാക്കാലുള്ള ഉത്തരവിൽ നഗരസഭ പരിധി വിട്ട് പോകാറുണ്ട്. എന്തായാലും അതൊന്നുമല്ല എൻ്റെ വിഷയം. CPM ഭരിക്കുന്ന തൃപ്പൂണിത്തറ നഗരസഭയിൽ വിവരാവകാശം വെക്കാൻ, അല്ലെങ്കിൽ CPM ഭരിക്കുന്ന പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റികളിലോ കോർപ്പറേഷനുകളിലോ അല്ലെങ്കിൽ സ്റ്റേറ്റിനെതിരെയോ ശബ്ദമുയർത്താൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളായ BJPയുടെ പ്രവർത്തകർക്കും കോൺഗ്രസ് പാർട്ടികർക്കും നട്ടെല്ല് ഇല്ലാതായോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ തൃപ്പൂണിത്തറ നഗരസഭയിൽ വെച്ച വിവരാവകാശം എൻ്റെ പേരിലോ ഞാൻ വെച്ചിട്ടില്ല. ഡിജിറ്റലൈസായി K-സ്മാർട്ട് മറ്റേ മാർട്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ വാഗ്ദാനങ്ങളൊക്കെ ഇറക്കി നിങ്ങൾ പ്രചരിപ്പിച്ച അവിടെ വിവരാവകാശ നിയമപ്രകാരം ഓൺലൈനിൽ അപേക്ഷ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഈ പറയുന്ന മാനദണ്ഡം പാലിക്കണം. ID പ്രൂഫ് ഹാജരാക്കണം. എൻ്റെ ID പ്രൂഫ് പോലും ഹാജരാക്കാതെ ഞാൻ കൊടുക്കാത്ത വിവരാവകാശത്തിന് എൻ്റെ പേരിൽ എങ്ങനെയാണ് ഇതേപോലെ ഒരു വിവരാവകാശം വെച്ച് മേടിക്കണം? അതോ ഇവിടെയുള്ള കേരള കോൺഗ്രസ് പാർട്ടിക്കും BJPക്കോ അടക്കം നട്ടലുള്ള ഒരാൾ പോലും ഇല്ലേ? അതോ ബോസ്കോ കളമശ്ശേരി എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ, അതായത് ഞാൻ വിവരാവകാശം വെച്ചാൽ മാത്രമേ കേരളത്തിൽ മറുപടി കൊടുക്കുകയുള്ളൂ എന്ന് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിറക്കിയോ? ഞാൻ കളമശ്ശേരി നഗരസഭയിലോ അല്ലെങ്കിൽ ഞാൻ വെക്കാത്ത വിവരാവകാശത്തിന് എൻ്റെ പേരിലൊരു വിവരാവകാശം വെച്ച് എനിക്ക് മറുപടി വന്നാൽ എൻ്റെ പേര് ദുർവിനിയോഗം ചെയ്യലായില്ലേ അത്? അപ്പോൾ എൻ്റെ പേര് എന്ത് കാണിക്കാമെന്നാ?
കത്ത് വരുന്ന പോലെയൊന്നും അല്ലല്ലോ വിവരാവകാശത്തിന് അപേക്ഷ കൊടുക്കുന്നത് എൻ്റെ പേരിൽ കൊടുത്തെങ്കിൽ തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന CPM-നെതിരെ ശബ്ദമുയർത്താൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും BJP പ്രവർത്തകർക്കും കഴിവില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ എൻ്റെ പേര് ഉപയോഗിച്ച് വെക്കണ്ടല്ലോ, നിങ്ങളുടെ പേര് ഉപയോഗിച്ച് നിങ്ങൾക്ക് വെക്കാമായിരുന്നല്ലോ. എന്താ നിങ്ങൾ വെക്കാതെ എൻ്റെ പേര് ദുർവിനിയോഗം ചെയ്തെന്തിനാ? പേടിച്ച് കേട്ടില്ലേ? CPM-നെതിരെ ശബ്ദമുയർത്താൻ നിങ്ങൾക്ക് പേടിയുള്ളത് കൊണ്ടാണോ നിങ്ങൾ എൻ്റെ പേരിലൊരു വിവരാവകാശം വെച്ചത് എന്ന് എനിക്കറിയണം. എന്തായാലും വിവരാവകാശം വെച്ച ആളെ എന്തായാലും അന്വേഷിച്ച് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അതോറിറ്റിക്കൊക്കെ ഞാൻ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പ്രവൃത്തി തെറ്റാണ്. എൻ്റെ പേര് ദുർവിനിയോഗം ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ സിഗ്നേച്ചറുകളടക്കം A to Z കാര്യങ്ങളും അന്നത്തെ ദിവസത്തെ 10/1/2021 10/1/2025 മുനിസിപ്പാലിറ്റിയിൽ വന്ന കത്തുൾപ്പെടെ അല്ലെങ്കിൽ അവിടെ വന്ന ആ വിവരാവകാശം കൊടുത്ത ആളെ ഉൾപ്പെടെ പരിശോധിക്കണം, നടപടിയെടുക്കണം. അതിനെ വല്ലവൻ്റെയും പേരിൽ പാർട്ടിക്കെതിരെ ശബ്ദമുയർത്താൻ എൻ്റെ പേര് വലിച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, കേരളത്തിലെ CPM ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രതിപക്ഷത്ത് നിൽക്കാൻ പോലും നട്ടെല്ല് നിവർത്തി നിൽക്കാൻ പോലും കോൺഗ്രസിനും BJPക്കും പ്രവർത്തകരില്ലാതായോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എന്തായാലും സമരം നടത്താൻ പോയിട്ട് പ്രതിപക്ഷത്തിരുന്ന് നേരെ ചൊവ്വേ നട്ടെല്ല് നിവർത്തി ഒന്ന് ചോദിക്കാൻ പോലും നിങ്ങൾക്കൊന്നും കെൽപ്പില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങളെപ്പോലെയുള്ളവർ എൻ്റെ പേര് ഉപയോഗിച്ച് ദുർവിനിയോഗം ചെയ്ത് വിവരാവകാശത്തിന് പോലും അപേക്ഷ വെച്ചത്. കാരണം കൊള്ളാം എന്തായാലും. പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിരുന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ എൻ്റെ പേര് ഉപയോഗിച്ചത് എന്തായാലും നിങ്ങൾ നട്ടലുള്ള ജനപ്രതിനിധികൾ ഇല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇനിയും നിങ്ങൾ എൻ്റെ പേര് ഉപയോഗിക്കും, അത് നല്ലതിനും ഉപയോഗിക്കും ചീത്തയ്ക്കും ഉപയോഗിക്കും. എന്തായാലും എൻ്റെ പേര് അനാവശ്യമായിട്ട് വലിച്ചിടാൻ ഞാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.